Good morning. Student evaluation in transmission reception model of education drawbacks. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ ഡ്രോബാക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അസസ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാം. ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ലേണിംഗ് അച്ചീവ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലാസ് റൂം അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്യാതറിങ് എവിഡൻസസ് ഓഫ് വാട്ട് സ്റ്റുഡൻസ് നോ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഏബിൾ ടു ഡു. കുട്ടികൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിനൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു ഇൻഫോർമേഷനെ ഗ്യാദർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് റൂം അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു ഇതൊരു ബിഹേവിയറിസ് വ്യൂവിൽ വരുന്നൊരു മോഡലാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ബിഹേവിയറിസ് വ്യൂ ഓഫ് ലേണിംഗ് എന്താണെന്ന് പറയാം. അക്കോർഡിംഗ് ടു ബിഹേവിയറിസം അനുസരിച്ച് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഗ്യാദർ ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ബിഹേവിയറിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത്. അതൊരു ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദ ഔട്ട്കം ഓഫ് വിച്ച് ഈസ് ഗെറ്റിംഗ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ബിഹേവിയർ. നമ്മൾ പഠിച്ചതിൻ്റെ ഔട്ട്കം എങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, നമ്മുടെ ബിഹേവിയറിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അതിനെയാണ് ബിഹേവിയറിസ് വ്യൂ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സൊക്കെ കിടക്കുകയാണെങ്കിൽ ഹിയർ ടീച്ചർ ഈസ് ആക്റ്റീവ് ആൻഡ് സ്റ്റുഡൻറ്റ് ഈസ് പാസീവ്. ടീച്ചർ ഇവിടെ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ സ്റ്റുഡൻസിൻ്റെ കണ്ടീഷൻ എന്താണ്, അവരൊരു പാസീവ് കണ്ടീഷനിലാണുള്ളത്. പിന്നെ ലേണിംഗ് എന്ന് പറയുന്നത് വളരെയധികം മെക്കാനിക്കൽ പ്രോസസ്സായിരിക്കും. അതുപോലെ തന്നെ നോളജ് ഗെയിൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോളജ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻഫോർമേഷണൽ ആയിരിക്കും, നോട്ട് ഫങ്ഷണൽ ആയിരിക്കില്ലേ. വെറും എന്ത് ഇൻഫോർമേഷനാണ് നമ്മൾ അവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു, ഹിയർ ടീച്ചർ എന്ന് പറയുന്നത് ആയിരിക്കും ആക്റ്റീവ് എന്ന് പറയുന്ന എലമെൻറ്റ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് പാസീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു വളരെയധികം മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. ഇൻഫോർമേഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് നോളജ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻഫോർമേഷണൽ ആയിരിക്കും, അതൊരിക്കലും ഫങ്ഷണൽ ആയിരിക്കില്ല. ഇനി നമ്മൾ എന്തിലേക്ക്, നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ ഇൻ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ബേസ്ഡ് ഓൺ ബിഹേവിയറിസ് തിയറി. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ബിഹേവിയറിസ് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ്. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ബിഹേവിയറിസ് തിയറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റുഡൻസ് എന്ത് പഠിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. നേരെ മറിച്ച് അവരെങ്ങനെ പഠിച്ചു, അവരെങ്ങനെയാണത് ഗെയിൻ ചെയ്തത് എന്നുള്ളതിന് ഇവിടെ യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അസസ്മെൻറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവരെന്ത് പഠിച്ചു, വാട്ട് ദേ ഹാവ് സ്റ്റഡീഡ് എന്ന് മാത്രമാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ചാണ്, ഒരിക്കലും ഒരു പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ച് അല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ സ്റ്റുഡൻസ് എന്താണ് പഠിച്ചത് എന്ന് മാത്രമാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ അവർ പഠിച്ചു അതാണ് പ്രോസസ് അസസ്മെൻറ്റ്. എങ്ങനെ, ഏത് വഴി, എങ്ങനെയൊക്കെ അവർ പഠിച്ചു അതിന് ഇവിടെ ഒരിക്കലും അസസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇത് എന്തൊരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ചാണ്, ഒരിക്കലും ഒരു പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ച് അല്ല. പിന്നെ ഇവിടെ അസസ്മെൻറ്റ് ചെയ്യുന്നത് ഓറൽ ഫോം അല്ലെങ്കിൽ റിട്ടൺ ഫോം ഓഫ് ടെസ്റ്റുകൾ വഴി ആണ് ഇവിടെ അസസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിന് പലതരം സ്കിൽസ് ഉണ്ടാവാം, എബിലിറ്റീസ് ഉണ്ടാവാം, അവർക്ക് പല ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവാം, പല കാര്യത്തിനോടും പല ആറ്റിറ്റ്യൂഡ്സ് ആവും പല സ്റ്റുഡൻസിനും ഉണ്ടാവും. ഇതൊന്നും ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല, ടെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് വളരെ നാരോ നേച്ചറായിട്ടുള്ളൊരു അസസ്മെൻറ്റ് മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്കംസ് ഒന്നും കോംപ്രിഹെൻസീവ്ലി ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഇനി നമ്മളിതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഡ്രോബാക്സിനെയാണ് ഈ ടോപ്പിക്കിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഡ്രോബാക്സൊക്കെ ഏറെക്കുറെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഹയർ ഓർഡർ സ്കിൽസ് ആയിട്ടുള്ള കൊഗ്നിറ്റീവ് എബിലിറ്റീസ് ആയിട്ടുള്ള ക്രിറ്റിക്കൽ തിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല അതൊന്നും എൻകറേജും ചെയ്യപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റിട്ടൺ അല്ലെങ്കിൽ ഓറൽ ഫോം ഓഫ് ടെസ്റ്റുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്, അതും പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇൻഫോർമേഷണൽ നോളജിന്
ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ബേസിസിലോ അവിടെ അങ്ങനെയൊന്നും ഇവിടെ അസസ്മെൻറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് എംഫസിസ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെയാണ്. ഇവിടെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റ് ഇതാണ്. ഇവിടെ എംഫസിസ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെയാണ്, അല്ലാതെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതാണ് ഇതിലെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ടെസ്റ്റുകൾ, ഓറൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റുകളൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് എത്രത്തോളം മെമ്മറൈസ് ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റും, അത് അവരെത്ര റീറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ളൊരു അസസ്മെൻറ്റ് മെത്തേഡാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫർദർ ലേണിങ്ങിനൊന്നും ഇവിടെ യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. കാരണം നമ്മൾ എന്ത് പഠിച്ചു, ടീച്ചർ വന്നിട്ട് എന്ത് പഠിപ്പിക്കുന്നു, ആ ഒരു എലമെൻറ്റ് നമ്മൾ പഠിച്ചോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. അതുവഴി നമുക്ക് എന്തെങ്കിലും വാല്യൂസ് കിട്ടുന്നുണ്ടോ, ഫർദർ ലേണിങ്ങിനുള്ള ഇമ്പോർട്ടൻസോ ഒന്നിനും ഇവിടെ എംഫസിസ് കൊടുക്കുന്നില്ല. പിന്നെ സക്സസ് ഓഫ് ടീച്ചിങ് പ്രോസസ്സിന് മാത്രമാണ് അസസ് ചെയ്യപ്പെടുന്നത്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇവിടെ ടീച്ചർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, ആ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിയോ എന്ന് മാത്രം അസസ് ചെയ്യപ്പെടുന്നു. കുട്ടികൾ അത് റീകോൾ ചെയ്യുന്നുണ്ടോ, അവർക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് അവിടെ ടീച്ചർ പഠിപ്പിച്ചത് കുട്ടികൾ പഠിച്ചോ എന്ന് മാത്രം ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സക്സസ് ഓഫ് ടീച്ചിങ് പ്രോസസ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കുട്ടികൾ എങ്ങനെ പഠിച്ചു, എങ്ങനെയാണ് ആ ലേണിംഗ് നടന്നത്, അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇവിടെ സ്റ്റുഡൻസ് വളരെയധികം പാസീവ് ലിസണേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ അസസ്മെൻറ്റ് ഒരിക്കലും പോസിബിളും ആവില്ലല്ലോ. പിന്നെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലേണറിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. കൂടുതലും എന്താണ്, മെമ്മറൈസ് ചെയ്യുക, ടീച്ചർ വന്ന് പഠിപ്പിച്ചത് പഠിഞ്ഞോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. പിന്നെ പ്രൊഡക്റ്റ് അച്ചീവ്ഡ്, എന്താണോ നമ്മൾ ഗെയിൻ ചെയ്ത നോളജ് അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ചാണ്, ഒരു പ്രോസസ്സ് അസസ്മെൻറ്റ് അപ്രോച്ച് അല്ല. കുട്ടി എങ്ങനെ പഠിച്ചു എന്നുള്ളതിന് ഒരു ഇമ്പോർട്ടൻസും ഇവിടെ കൊടുക്കുന്നില്ല. അതാണ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്റ്റ് അച്ചീവ്ഡ് ബൈ ദ ലേണർ. കുട്ടിക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്താണോ അത് മാത്രമാണ് ഇവിടെ അസസ് ചെയ്യപ്പെടുന്നത്. പിന്നെ മെൻ്റൽ പ്രോസസ് ഓഫ് ദ ലേണറിനും വെയിറ്റേജ് വളരെയധികം കുറവാണ്. കുട്ടി പഠന സമയത്ത് എന്തൊക്കെ രീതിയിൽ ആ കുട്ടി ചിന്തിച്ചു, ആ കുട്ടിയുടെ മെൻ്റൽ പ്രോസസ്സ് ഏതൊക്കെ രീതിയിലാണ് നടന്നത് എന്നുള്ളതൊന്നും ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ് നടക്കുന്നില്ല. ഇതിലാദ്യം തന്നെ പറഞ്ഞു എന്താണ്, ഇവിടെ കുറേ റിട്ടേൺ ഫോം ഓഫ് ടെസ്റ്റോ അല്ലെങ്കിൽ ഓറൽ ഫോം ഓഫ് ടെസ്റ്റ്, മെമ്മറി പവർ ടെസ്റ്റ് ചെയ്യാനുള്ള കുറേ ടെസ്റ്റുകൾ മാത്രം നടത്തുന്നു. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ്, ലേണറിൻ്റെ ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ഇവിടെ ഒരിക്കലും പോസിബിൾ ആവുന്നില്ല. പിന്നെ പറഞ്ഞ ഒരു പോയിൻ്റ് തന്നെയാണ്, പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ചാണ്, ഒരു പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ചല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രോബാക്കാണ് ഇവിടെ പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ചാണ്, പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ച് അല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് റോട്ട് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ മെമ്മറി പവർ എത്ര ഉണ്ടോയെന്നാണ് ഇവിടെ ഈ ഒരു മോഡൽ വഴി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റോട്ട് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ടീച്ചർ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ടീച്ചർ ഡയറക്റ്റഡ് മെത്തേഡാണ്. ഇവിടെ ടീച്ചറാണ് ആക്റ്റീവ് എന്ന് പറഞ്ഞു, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് പാസീവാണ്. അവർ വളരെയധികം പാസീവ് ലിസണേഴ്സ് മാത്രമാണ്, അവർക്ക് ഒരു റോളും ഇല്ല. അവരെങ്ങനെ പഠിച്ചു എന്നുള്ളതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ടീച്ചർ സ്ട്രക്ചേർഡ് ആൻഡ് ടീച്ചർ ഡയറക്റ്റഡ് മെത്തേഡാണ്. പിന്നെ മെൻ്റൽ പ്രോസസ് ഓഫ് ദ ലേണറിന് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ അക്കാഡമിക് അച്ചീവ്മെൻറ്റിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേറെ കുട്ടികൾക്ക് പലതരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ടെസ്റ്റുകൾ നടത്തിയിട്ട് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് എത്രത്തോളം അവർ അവിടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പഠിച്ചു എന്ന് മാത്രമാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. അതുപോലെ തന്നെ കോസ്കോളാസ്റ്റിക് അച്ചീവ്മെൻറ്റ്സ് അതിനും ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല.
ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ബ്ലൂംസ് ടാക്സോണമിയിൽ പഠിച്ചിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് ഇവിടെ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് ഒരു പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ച് ആണ്, ഒരു പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ച് അല്ല. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് എന്ന് പറയുന്നത്. സോ താങ്ക് യു.